ആചാര്യാത് പാദമാദത്തേ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യഃ പാദം കാലക്രമേണ ച ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. സർവേഭ്യോ നമഃ. നവമകക്ഷ്യാം പ്രതി സ്വാഗതം. പ്രിയ ഛാത്രാः, സർവേ സുഖിനഃ ഖലു? സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സർവേ കവിതാ പഠനേ തൽപരാः കില? അസ്മാകം പഞ്ചമഹാപാഠः ഏക കവിതാ ഏവ. സന്തോഷമസ്തി വാ? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാശയം ശ്രുതവന്തഃ വാ? വദന്തു. കൈരളി സാഹിത്ये പ്രസിദ്ധഃ കവിഃ ഭവതി സഹ മഹാശയഃ. ഉത്തമം. തസ്യ അതിപ്രസിദ്ധം മനോഹരം ച കവിതാ ഖലു മാമ്പഴം. മലയാള കവിതയുടെ യുഗപരിവർത്തനത്തിന് തുടക്കം കുറിച്ച കവിനാദമാണ് വൈലോപ്പിള്ളിയുടേത്. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിന്റെ കടലേ, കവിതയ്ക്കു ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് പ്രഖ്യാപിക്കുന്ന റിയലിസ്റ്റാണ് വൈലോപ്പിള്ളി. എങ്കിലും വാത്സല്യത്തിന്റെ ആർദ്രതയും സ്നേഹത്തിന്റെ ശീതളതയും ആവാഹിക്കുന്ന കവിതകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിൽ ഏറെ മധുരോദാരമായ വൈലോപ്പിള്ളി കവിത മാമ്പഴമാണ്. ആർദ്രത കൊണ്ട് മാത്രം ഒരു കവിത ശാശ്വത ജീവിതം നേടുമെന്നതിന്റെ തെളിവാണ് ഈ കവിത. ശോകാർദ്രമെങ്കിലും ഏറെ ജനകീയമാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത. ശ്രീമത ഹരിപ്രസാദ് കടമ്പൂർ മഹാശയേന മാമ്പഴസ്യ സംസ്കൃതാനൂദനം കൃതം. മാഗന്ധമഞ്ജരി ഇത്യേതത് കവിതായാः നാമ. പണ്ഡിതോയം മഹാശയः തലശ്ശേരി തിരുവങ്ങാട് സർവകാര്യ വിദ്യാലയെ സംസ്കൃത അധ്യാപക പദം അലങ്കരോതി. ഹരിപ്രസാദ് കടമ്പൂർ മഹാശയന്റെ കവിത നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആം വിഭാതഗതി കവിത. ആ കവിതയുടെ കുറച്ചു വരികൾ നമുക്കൊന്ന് ഈണത്തിൽ ചൊല്ലാം. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണ സഹിത അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണ കിരണ കനകാരുണ കിരണ നിദ്രാം തെക്ത്വാ സ്വകീയതൽപ സമുദ്ധിതോസ്മ്യത്ര കരോമി പാദസ്മരണം പ്രഥമം ജഗദാമീശസ്യ ജഗദാമീശസ്യ. ഉത്തമം. ഭവन्तु ഛാത്രാः അസ്യ പാഠസ്യ ആമുഖം പശ്യാമः. അസ്യ പാഠസ്യ നാമ മാഗന്ധമഞ്ജരി. മാഗന്ധഃ മാവ്, മഞ്ജരി പൂങ്കുല. മാഗന്ധമഞ്ജരി മാവിൻ പൂങ്കുല. സംസ്കൃത സാഹിത്യം വിവിധൈഃ കാവ്യവിഭാഗൈഃ സമ്പന്നം ഭവതി. സംസ്കൃത സാഹിത്യം പലതരത്തിലുള്ള കാവ്യവിഭാഗങ്ങളാൽ സമ്പന്നമാണ്. കാവ്യവിഭാഗം എന്ന് പറഞ്ഞാൽ കാവ്യങ്ങളെ ദൃശ്യകാവ്യമെന്നും ശ്രവ്യകാവ്യമെന്നും രണ്ടായി തരംതിരിക്കുന്നു. ദൃശ്യകാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാനും കേൾക്കാനും കഴിയുന്ന കാവ്യമാണ് ദൃശ്യകാവ്യം. ദൃശ്യകാവ്യത്തിന് ഉദാഹരണം പറയാമോ? നാടകം, കൂടിയാട്ടം തുടങ്ങിയവയാണ് ദൃശ്യകാവ്യങ്ങൾ. ഉത്തമം. ശ്രവ്യകാവ്യത്തെ പദ്യകാവ്യമെന്നും ഗദ്യകാവ്യമെന്നും ചമ്പുകാവ്യമെന്നും 3ആയി തരംതിരിക്കുന്നു. അങ്ങനെ സംസ്കൃത സാഹിത്യം പലതരത്തിലുള്ള കാവ്യവിഭാഗങ്ങളാൽ സമ്പന്നമാണ്.
തഥാ ഭാഷാന്തരേഭ്യഃ അനൂദിതാഭിः കൃതിഭിः അപി സംസ്കൃതഭാഷ സുസമ്പന്ന. അപ്രകാരം മറ്റു ഭാഷകളിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെട്ട കൃതികളെ കൊണ്ടും സമ്പന്നമാണ് സംസ്കൃത ഭാഷ. ഈദൃശേന അനുവാദേന ഭാഷയോരുഭയോഃ ശൈലീഭേദഃ അവഗന്തും ശക്യതേ സഹൃദൈഃ. ഇപ്രകാരമുള്ള വിവർത്തനം കൊണ്ട് രണ്ട് ഭാഷകളിലുമുള്ള ശൈലീഭേദം സഹൃദയർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാളിദാസാദീനാം മഹാകവീനാം കൃതയഃ വർഷേഭ്യഃ പൂർവമേവ കേരള കാളിദാസാദിഭിः കൈരള്യാനോദിതാഃ. കാളിദാസൻ തുടങ്ങിയ മഹാകവികളുടെ കൃതികൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരള കാളിദാസൻ തുടങ്ങിയവർ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള കാളിദാസഃ കഃ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കാളിദാസ കൃതികൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തതുകൊണ്ടാണ് കേരള കാളിദാസൻ എന്ന പേര് ലഭിച്ചത്. അതുപോലെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, വള്ളത്തോൾ എസ് നാരായണമേനോൻ തുടങ്ങിയവർ സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തഥൈവ കുമാരനാശാൻ ഉള്ളൂർ പ്രഭൃതീനാം മഹാകവീനാം അന്യേഷാം ച രചനാഃ ഗൈർവാണ്യാ ച അനൂദിതാഃ. കുമാരനാശാൻ ഉള്ളൂർ ശ്രുതവന്തഃ കില. ആധുനിക മലയാള സാഹിത്യത്തിലെ കവിത്രയങ്ങളാണ് കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശന്റെ കൃതികൾ ഏതൊക്കെയെന്ന് പറയാമോ? ചിന്താവിഷ്ടയായ സീത, ഉത്തമം. സീതാ വിചാരലഹരി എന്നാണ് സംസ്കൃതത്തിലെ പേര്. സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് എൻ ഗോപാലപിള്ള മഹാശയഃ. കുമാരനാശാന്റെ വേറൊരു കൃതി പറയൂ. വീണപൂവ്, ഉത്തമം. ചുതകുസുമം എന്നാണ് സംസ്കൃതത്തിലെ പേര്. സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് കൈപ്പിള്ളി കേശവൻ നമ്പൂതിരി മഹാശയഃ. കുമാരനാശാന്റെ നളിനി എന്ന കൃതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് നളിനി എന്ന പേരിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ബാണന്നൂർ വാസുദേവൻ നമ്പൂതിരി മഹാശയഃ. ഇതുപോലെ അനേകം കൃതികൾ മലയാള ഭാഷയിൽ നിന്ന് സംസ്കൃത ഭാഷയിലേക്ക് വിവർത്തനം നടക്കുന്നുണ്ട്. ഇതാനീമപി വൃത്താനുവൃത്തം പദാനുപദം ആശയാനുസാരം ച സംസ്കൃത ഭാഷായാഃ ഇതരഭാഷാസു തഥാ ഇതരാഭ്യഃ സംസ്കൃത ഭാഷായാം ച ഭാഷാന്തരീകരണം പ്രചലദസ്തി. ഇതാനീമപി ഇപ്പോഴും വൃത്താനുവൃത്തം ഏത് വൃത്തത്തിന് അനുസരിച്ചാണോ ക്രമീകരിച്ചിരിക്കുന്നത് അതേ വൃത്തത്തിനനുസരിച്ചും പദാനുപദം ചെയ്തുകൊണ്ടും ആശയാനുസാരം ച ആശയം തീരെ വിടാതെ അതേ വരികളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടും സംസ്കൃത ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിൽ നിന്ന് സംസ്കൃത ഭാഷയിലേക്കും ഭാഷാന്തരീകരണം നടക്കുന്നുണ്ട്. ശ്രീമദഃ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാഭാഗസ്യ മാമ്പഴം നാമിക കവിത കൈരള്യാം പ്രഥിതാസ്തി. ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്നുള്ള കവിത മലയാളത്തിൽ പ്രസിദ്ധമാണ്. മാതൃവാത്സല്യസ്യ അനുത്തമോദാഹരണത്വേന പ്രഥിതായാഃ കേകാനാമ ഭാഷാവൃദ്ധ നിബദ്ധായാഃ അസ്യാഃ കവിതായാഃ സ്വതന്ത്ര ആശയ അനുവാദയേവ മാഗന്ധമഞ്ജരി. മാതൃവാത്സല്യത്തിന്റെ ഉത്തമോത്തമ ഉദാഹരണത്താൽ പ്രസിദ്ധമായതും കേക എന്ന മലയാള വൃത്തത്താൽ നിബദ്ധമായ ഈ കവിതയുടെ സ്വതന്ത്രമായ ആശയത്തിന്റെ വ്യാഖ്യാനം തന്നെയാണ് മാഗന്ധമഞ്ജരി. ശ്രീമദ ഹരിപ്രസാദ് കടമ്പൂർ മഹാഭാഗേന അനൂദിതായാഃ കവിതായാഃ കാശ്ചന പങ്ക്തയഃ അത്ര സമാകലിതാഃ. ശ്രീ ഹരിപ്രസാദ് കടമ്പൂർ മഹാശയൻ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള കവിതയുടെ കുറച്ചു വരികളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. വയമേകം ഹ്രസ്വചിത്രം പശ്യാമഃ. കല്യേ ബുദ്ധ്യതി മമ ജനനി പശ്ചാന്മാമപി ബോധയതി ഉഷ്ണജലേന പ്ലാവയതി നവവസനം സാ പരിധാരയതി. കല്യേ ബുദ്ധ്യതി മമ ജനനി പശ്ചാന്മാമപി ബോധയതി ഉഷ്ണജലേന പ്ലാവയതി നവവസനം
ऊध्यति मम जननी काककथामाश्रावयति सा शौनककथया भाययति श्रुत्वा रोदितुमुद्युक्ते मयि कण्ठे चुम्बनमर्पयति कल्लि ऊध्यति मम जननी पश्चान्मामपि बोधयति उष्णजलेन प्लावयति नववसनं सा परिधारयति कल्लि बुध्यति मम जननी. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ശാശ്വതമായ ബന്ധത്തിന് ഊന്നൽ നൽകുന്ന ഒരു മനോഹരമായ വീഡിയോയാണ് നമ്മൾ കണ്ടത്. അതുപോലെ വാത്സല്യനിധിയായ മകന്റെ വേർപാടിന്റെ വേദനയിൽ നീറുന്ന അമ്മയുടെ ഹൃദയഭേദകമായ തേങ്ങലുകളാണ് മാഗന്ധമഞ്ചരി എന്ന ഈ കവിതയിലുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അങ്കണസ്ഥിതാദാമ്രാത് പ്രഥമേ ഫലേച്യുതേ മാതുരക്ഷിഭ്യാം ക്ഷണാത് അപദത്തപ്തോദകം. അങ്കണസ്ഥിതാദാമ്രാത് പ്രഥമേ ഫലേച്യുതേ മാതുരക്ഷിഭ്യാം ക്ഷണാത് അപദത്തപ്തോദകം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് കണ്ടുപിടിക്കാം. അർത്ഥം കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം ക്രിയ ഏതാണെന്ന് നോക്കണം. ക്രിയ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പദച്ഛേദം ചെയ്യുക എന്നതാണ്. പദച്ഛേദ അങ്കണസ്ഥിതാത് ആമ്രാത്. അങ്കണസ്ഥിതാത് ആമ്രാത് പ്രഥമേ ഫലേ ച്യുതേ മാതുഹു അക്ഷിഭ്യാം മാതുരക്ഷിഭ്യാം ക്ഷണാത് അപതത് തപ്തോദകം. അങ്കണസ്ഥിതാത് ആമ്രാത് പ്രഥമേ ഫലേ ച്യുതേ മാതുഹു അക്ഷിഭ്യാം ക്ഷണാത് അപതത് തപ്തോദകം. പദച്ഛേദം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഓരോ പദങ്ങൾ ശ്രദ്ധിച്ചാൽ കർത്തൃപദം ഏതാണ്, ക്രിയാപദം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്കണസ്ഥിതാത് ആമ്രാത് പ്രഥമേ ഫലേ ച്യുതേ മാതുഹു അക്ഷിഭ്യാം ക്ഷണാത് തപ്തോദകം. ഇതൊന്നും തന്നെ ക്രിയാപദമല്ല, അപദത് മാത്രമാണ് ക്രിയാപദം. അപ്പൊ അപദത് എന്ന ക്രിയാപദം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ഒരു ക്രിയാപദം ഉണ്ടെങ്കിൽ അത് ഒരു വാക്യമായിരിക്കാം. രണ്ട് ക്രിയാപദം ഉണ്ടെങ്കിലോ ആ രണ്ട് വാക്യമായിരിക്കാം. അപ്പോൾ മൂന്ന് ക്രിയാപദം ഉണ്ടെങ്കിലോ മൂന്ന് വാക്യമായിരിക്കാം. ഇതിൽ ഒരു ക്രിയാപദമാണ് ഉള്ളതെന്ന് മനസ്സിലായി. അസ്മിൻ ശ്ലോകെ ക്രിയാപദം കിം? അപതത് പതതി സ്മ വീണു. കിം അപതത്? എന്ത് വീണു? തപ്തോദകം അപതത്. ചുടുകണ്ണീർ വീണു. തപ്താശ്രു അപതത്. കഥം അപതത്? ക്ഷണാത് അപതത്. പെട്ടെന്ന് വീണു. കുതഃ അപതത്? എവിടെ നിന്ന് വീണു? അക്ഷിഭ്യാം നേത്രാഭ്യാം രണ്ട് കണ്ണുകളിൽ നിന്ന് തപ്തോദകം ക്ഷണാത് അപതത്. കസ്യ അക്ഷിഭ്യാം തപ്തോദകം ക്ഷണാത് അപതത്? ആരുടെ കണ്ണിൽ നിന്നാണ് പെട്ടെന്ന് ചുടുകണ്ണീർ വീണത്? അമ്മയുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് ചുടുകണ്ണീർ വീണു. കഥാ അപതത്? എപ്പോഴാണ് വീണത്? പ്രഥമേ ഫലേ ച്യുതേ. ആദ്യത്തെ പഴം വീണപ്പോൾ. കുതഃ പ്രഥമേ ഫലേ ച്യുതേ? എവിടെ നിന്നാണ് ആദ്യത്തെ പഴം വീണത്? ആമ്രാത് മാവിൽ നിന്ന്. ആമ്രവൃക്ഷാത്. കുത്ര സ്ഥിതാദാമ്രാത്? എവിടെ നിൽക്കുന്ന മാവിൽ നിന്ന്? അങ്കണസ്ഥിതാത് ചത്തുരസ്ഥിതാത് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് ആദ്യമായി പഴം വീണപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചുടുകണ്ണീർ വീണു. സംസ്കൃത ആശയം പശ്യാമഹ. അങ്കണസ്ഥിതാദാമ്രാത് യഥാ പ്രഥമതയാ പക്വഫലം അപതത് തസ്മിന്നേവ കാലേ മാതുഃ നയനാഭ്യാം തപ്ത
ശൃണി അപതത്. അങ്കണസ്ഥിതാദാമ്രാത് പ്രഥമേ ഫലേച്യുതേ മാതുരക്ഷിഭ്യാം ക്ഷണാത് അപതപ്തോദകം. നമുക്ക് വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിൽ നിന്ന് നോക്കാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം വീഴുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവുക, അല്ലേ? ഇവിടെ അമ്മയുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണുനീരാണ് ഒഴുകിയത്. എന്താണ് ഈ വൈരുദ്ധ്യത്തിന് പിന്നിൽ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്യ കവിതായാः ഗൃഹകാര്യം. കവിതായാः ആശയം സംസ്കൃതേ മാതൃഭാഷായാം ച ലിഖന്തു. കവിത വിവിധയാ രീതിയാ ആലപന്തു. കവിതയുടെ ആശയം സംസ്കൃതത്തിലും മാതൃഭാഷയിലും എഴുതുക. കവിത പല രീതിയിൽ ആലപിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ധന്യവാദः. പുനർമിലാമः.